ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 5 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഭയങ്കര കോമൺ ആയിട്ടുള്ള, അതായത് സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ പെടുന്ന ലക്ഷണത്തിനെ പറ്റിയിട്ടല്ല കേട്ടോ. 5 വിയേർഡ് പ്രഗ്നൻസി ലക്ഷണങ്ങൾ, അതായത് ഇതും പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവയിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് സംഭവിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ്. കണ്ണിന് സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വിഷൻ ബ്ലറായി പോവുക. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ദൂരെയുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് മങ്ങിയ രൂപത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ആ ഒരു വസ്തുവിന് ചുറ്റും ഒരു വൈറ്റ് കളറിലൊരു എന്താ പറയുക, ഒരു ആവരണം പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ടിവിയും നിങ്ങളുടെ ഡൈനിങ് ഏരിയയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡൈനിങ് ഏരിയയിൽ നിന്നിട്ട് നിങ്ങൾക്ക് വീട്ടിലെ ടി വിയിൽ വരുന്ന കാര്യങ്ങൾ വായിക്കാനായിട്ട് പറ്റാതെ വരിക. അപ്പോൾ ഒരുപാട് പേരുണ്ട്, നമ്മൾ ദൂരെ നിന്നിട്ടാണെങ്കിലും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒക്കെ വായിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പല ഹോർമോൺസിന്റെയും ഇൻക്രീസ് മൂലം നമുക്ക് എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വായിക്കാനായിട്ട് പറ്റാതെ വരുന്നു. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു കാര്യമായിരുന്നു. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴേക്കും ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറെ പോയി കാണാമെന്ന് വരെ ഞാൻ വിചാരിച്ചു. കാരണം വിഷൻ അത്രയ്ക്ക് ബ്ലറായി പോകുന്നു. ദൂരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും വൈറ്റ് കളറിലെ ഒരു ആവരണം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ ഉണ്ടാകുന്നത് പലർക്കും പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ പലർക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. രണ്ടാമത്തെ ലക്ഷണമാണ് നമ്മുടെ ലിപ്പ് ഡ്രൈ ആയിട്ട് പോവുക, നമ്മുടെ ചുണ്ടുകൾ വരണ്ടു പോവുക. സാധാരണയായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് വിന്റർ ആവുന്ന സമയത്താണ്. കുറച്ചൊന്ന് തണുപ്പൊക്കെ വരുമ്പോഴേക്കാണ് നമ്മുടെ ചുണ്ട് വരണ്ടു പോവുകയും വിണ്ട് പൊട്ടി വരികയും നമ്മളത് പൊളിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊരു വിന്റർ ആവുന്ന സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴേക്കും ഇങ്ങനെ സംഭവിക്കാം. ഇപ്പൊ മഞ്ഞുകാലമാണെങ്കിൽ കൂടി തന്നെ ഒരുപാട് മഞ്ഞൊന്നും ഇപ്പൊ നമുക്ക് പല സ്ഥലങ്ങളിലും ഇല്ല. പക്ഷേ മഞ്ഞുകളുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ലക്ഷണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. കാരണം നിങ്ങളുടെ സറൗണ്ടിങ്സ് ചുറ്റും ആ ഒരു വിന്റർ സീസണിൽ പോകുന്നതുകൊണ്ട് നിങ്ങൾക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്ക് ചുണ്ടില് ഡ്രൈനെസ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, റെക്കറന്റ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയുടേതാകാനായിട്ട് സാധ്യതയുണ്ട്. ഇതിന്റെ റീസൺസ് എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ. അതായത് ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശത്തിന് കുറവ് സംഭവിക്കുക. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മൾ നോർമലി എത്രത്തോളം വെള്ളമാണോ കുടിക്കുന്നത് ആ വെള്ളത്തിന്റെ മെജോറിറ്റി പോർഷനും എംബ്രിയോയെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ത്വരിതപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ അതിന് ആ ഒരു പോർഷന് വേണ്ടിയിട്ട്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരം കൂടുതലായിട്ട് പ്രവർത്തിക്കുമ്പോഴേക്കും നമ്മുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്ലഡ് ശരീരത്തിൽ ഇല്ലാതെ വരുന്നു. അങ്ങനെ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ ഡീഹൈഡ്രേഷൻ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ ലിപ്പിൽ ഡ്രൈനെസ് ഉണ്ടാകുന്നതിന്, അതോടൊപ്പം തന്നെ നിങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസിനും, അതായത് പെട്ടെന്ന് ഹോർമോൺസിന്റെ സർജ് നമ്മളുടെ ശരീരത്തിലോട്ട് ഉണ്ടാവുകയല്ലേ, ഇതിന്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം, അതായത് നിങ്ങളുടെ ലിപ്സ് ഡ്രൈ ആവുന്നത് പോലെ അനുഭവപ്പെടാം കേട്ടോ. മൂന്നാമത്തെ ലക്ഷണമാണ് പിമ്പിൾസ് ഉണ്ടാവുക. പീരിയഡ്സ് അടുക്കുന്നതിന് മുൻപായിട്ട് പലർക്കും ഫീൽ ചെയ്യുന്ന ഒന്നാണ് പിമ്പിൾസ് എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷണം കാണുമ്പോഴേക്കും ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. പീരിയഡ്സ് ആണ് വരാനായിട്ട് പോകുന്നത്, പ്രഗ്നൻസി ഈ മാസവും നഷ്ടമായി പോയിന്ന് ഒരുപാട് പേര് ടെൻഷൻ ആകാറുണ്ട് കേട്ടോ. എന്നാൽ അങ്ങനെയല്ല, അങ്ങനെ ഒട്ടുമല്ല. കാരണം പ്രഗ്നൻസി ആകുമ്പോഴേക്കും പല സ്ത്രീകൾക്കും മുഖത്ത് പിമ്പിൾസ് വരാറുണ്ട്. ഈ പിമ്പിൾസ് നമുക്ക് നോർമലി ഉണ്ടാവുന്നത് ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ്. ഇപ്പൊ PCOD ഉള്ള സ്ത്രീകൾക്ക് ഈസ്ട്രജന്റെ ഡോമിനൻസ് വരുമ്പോഴേക്കും ശരീരത്തിലെ മുഖത്ത് നമുക്ക് പിമ്പിൾസ് വരാറുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ഈസ്ട്രജൻ ഹോർമോൺ കൂടും, പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടും, HCG ഹോർമോൺ കൂടും. ഇത് മൂന്നും ഇൻക്രീസ് ആകുമ്പോഴേക്കും ഇതിന്റെ ഭാഗമായിട്ടും ഈ ഒരു മാറ്റത്തിന് നമ്മുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് സമയം എടുക്കുമ്പോഴേക്കും വെരി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തില് ആ ഒരു മുഖത്തൊക്കെ കുരുക്കൾ വരാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളും കഴുത്തിനവിടെയൊക്കെ കറുത്ത പാടുകളും അനുഭവപ്പെടുന്നതാണ്. പ്രഗ്നൻസി മെലാസ്മ എന്നൊരു സിറ്റുവേഷൻ തന്നെയുണ്ട്. നമ്മുടെ ഇപ്പം മൂക്കിന് ഇടുക്കിലുള്ള ഭാഗം, അതായത് മൂക്കിന്റെ ആ ഒരു മൂക്കും നമ്മുടെ ആ ഒരു സ്കിന്നും തമ്മിലുള്ള ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഭാഗം, അതുപോലെ നമ്മുടെ ലിപ്സിന്റെ അറ്റത്തുള്ള ഭാഗം, നമ്മുടെ കഴുത്തിന്റെ ഭാഗം, കണ്ണിന് താഴെയുള്ള ഭാഗം, ഈ ഭാഗത്തൊക്കെ പല സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ ആ കറുത്ത പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാറുണ്ട്. ചില പഴമക്കാർ പറയും മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ബേബി ബോയ് ഉണ്ടാകുന്നത് കൊണ്ടാണെന്നൊക്കെ ചിലവരൊക്കെ പറയും. അത് കുറച്ച് ശതമാനം ശരിയാണ്, കുറച്ച് ശതമാനം അത് നമുക്ക്
നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ടും പറ്റില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവുന്നത് മെലാസ്മ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മുടെ സ്കിന്നിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും മെലാസ്മ അവർക്ക് ഫീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഹോർമോൺ സർജ്, നമുക്ക് ഹോർമോൺസിനെ ആയിരിക്കും എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളിലും നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. ഈ ഇത്തരത്തിൽ പ്രഗ്നൻസി ഹോർമോൺസ് ഒന്ന് ഷൂട്ടപ്പ് ആവുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫേസിൽ ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് ഫേസിൽ ഭയങ്കര ഗ്ലോ ആയിരിക്കും. പക്ഷെ ചിലവരുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ ആ കറുത്ത കരിവാളിപ്പും പാടുകളും അതുപോലെ തളർച്ചയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആണോ ഇല്ലയോ ഒന്ന് കൺഫേം ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് മറ്റൊരു ലക്ഷണമാണ്. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ നഖം പെട്ടെന്ന് വളരുന്നത്. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് നഖം പെട്ടെന്ന് വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ഒരു ഭാഗത്തിനെയും നമ്മുടെ പ്രഗ്നൻസി ഹോർമോൺസ് അഫക്റ്റ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമ്മുടെ നഖം വീക്കായി പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നത്, അതെല്ലാം ഏറ്റവും കൂടുതൽ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. പ്രഗ്നൻസി എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ തലമുടി മുതൽ നമ്മുടെ പാദം വരെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു മാറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നഖം വളരെ എളുപ്പത്തിൽ വളരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്തു പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അത് പിന്നെയും ഇങ്ങനെ വളരുന്നതായിട്ട് നമുക്ക് തോന്നും. പെട്ടെന്ന് തന്നെ അങ്ങ് വളർന്നവരെയല്ല, ഗ്രാജുവലി അത് നമ്മൾ നോർമലി ഉണ്ടായതിനേക്കാളും കൂടി വളരെ എളുപ്പത്തിൽ നഖം വളർന്നു വരിക. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു കണ്ടീഷനുണ്ട്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് കാൽസ്യത്തിന്റെ മെഡിസിൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ നഖമൊക്കെ പെട്ടെന്ന് വളരാനായിട്ട് തുടങ്ങും. എന്നാൽ ആ മെഡിസിൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല എങ്കിൽ, പെട്ടെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ലക്ഷണമാണിതെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രഗ്നൻസി ആയതിന്റെ കൂടി സൂചനയായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് വിയേർഡ് ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രഗ്നൻസി ലക്ഷണങ്ങൾ. നമ്മൾ ചിലപ്പോൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നുണ്ടാകും. പക്ഷെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ലക്ഷണമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ലക്ഷണങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ ലക്ഷണങ്ങളൊന്നല്ല നമ്മൾ പറയത്തക്ക രീതിക്കുള്ള ഒരു ലക്ഷണവും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമുക്കുണ്ടാകുന്ന ബ്രസ്റ്റിൽ ചേഞ്ചസ്, ഓൾമോസ്റ്റ് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ബ്രസ്റ്റിൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ആ ചേഞ്ചസ് ഇല്ലാതെ, വജൈനയ്ക്ക് കളർ ചേഞ്ച് ഇല്ലാതെ, ഹാർട്ട് പാൽപിറ്റേഷൻ ഇല്ലാതെ, ഇതൊന്നും തുടക്കത്തിലേ ഇല്ലാതെ തന്നെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ തുടക്കത്തിൽ ഇല്ലെങ്കിലും ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1.5 മാസത്തിന്റെയൊക്കെ മിഡിലിൽ വെച്ചിട്ടോ ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ കണ്ടുവരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു ലക്ഷണം ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഈ മാസവും എനിക്ക് നഷ്ടമായി പോയി എന്ന് വിചാരിച്ച് ഡെസ്പാകാതെ, നിങ്ങൾ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന ബ്ലീഡിങ്ങിന്റെ അളവ് എത്രത്തോളമാണെന്ന് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്, ചേച്ചി ചെറിയ സ്പോട്ടിങ് വന്നു അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ബ്ലീഡിങ് വന്നു, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മുടെ ജീവിത രീതി മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഭക്ഷണ രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മളുടെ ശരീരത്തിനെ സാരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്പോട്ടിങ് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ 50 രൂപയുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അല്ലേ ഉള്ളൂ, അത് മേടിച്ചിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏകദേശം നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 99% വരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. ആ കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.